good morning to all of you. My name is Nail Shanif, studying in UKG. It's my pleasure to welcome all of you to the annual day program of Little Feet Kindergarten. First of all, I welcome Shri E.G. Gopalakrishnan, who preside over our function. Next, I welcome Mrs. Prema Kumari, who is inaugurating our program. I welcome our Jessie Namis for the principal address. I welcome our chief guest, Dr. Sandhya K. Kurup. I also welcome our guest of honor, Sri C.K. Nanu, our former minister. Mr. C.K. Nanu sir couldn't make it up to this meeting due to inconveniences. I welcome Mr. Dilip Kumar. I also welcome Mrs. Namita Anish to extend vote of thanks. Now I welcome all the parents, teachers and all my friends who are here to enjoy our program. Thank you. Now we will have lighting of the lamp ceremony. So I request our chairman, Sri E.G. Gopalakrishnan sir, to start the celebrations. As the first thing, I request our ward councillor, Mrs. Prema Kumari, to inaugurate the function by lighting the lamp. The chairman, Sri E.G. Gopalakrishnan sir, to speak a few words. You are welcome to the stage, sir. വേദിയിലുള്ള മഹത് വ്യക്തികൾക്കും നമ്മുടെ 16ാമത്തെ വാർഷിക യോഗത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പ്രൗഢഗംഭീരമായ സദസ്സിനും ലിറ്റിൽ ഫീറ്റ് കുടുംബത്തിൻ്റെ പേരിൽ ആദ്യമായി വന്ദനം, നമസ്കാരം. ലിറ്റിൽ ഫീറ്റ് കിൻഡർഗാർട്ടൻ സ്കൂൾ
15 വർഷം മുൻപേ ശ്രീമതി നമ്മുടെ കൂടെ ഇപ്പോഴില്ല പരേതയായ രാജലക്ഷ്മി മാഡവും അവർ കുമാർ വക്കീലിൻ്റെ ധർമ്മപത്നിയായിരുന്നു. അവർക്ക് പെട്ടെന്നുള്ള അകാല ചരമത്തിൽ ചരമം പ്രാപിച്ചതായിരുന്നു. അവരുടെ ഒരു ജീവിതത്തിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു കിൻഡർഗാർട്ടൻ സ്കൂളിൽ വടകര ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് കിൻഡർഗാർട്ടൻ സ്കൂൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ആരംഭിച്ചത്. അത് തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം വരെ നമ്മളത് വെറും കിൻഡർഗാർട്ടൻ സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത് ഈ CBSEയുടെ പുതിയ ഇതിന് പ്രകാരം സിലബസിൻ്റെ ഇത് പ്രകാരം 5+3+4 എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ ഞങ്ങളിപ്പം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്ലേ ക്ലാസ് LKG UKG ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അടുത്ത വർഷം മുതൽ 3rd സ്റ്റാൻഡേർഡും അതിന് പിന്നാലെ 4th 5th വരെ ഒരു യൂണിറ്റായിട്ട് ഞങ്ങൾ ആരംഭിക്കാൻ ഉള്ള ഒരു ഇതിലാണ് തയ്യാറെടുപ്പിലാണുള്ളത്. അതിനെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയ രക്ഷിതാക്കൾക്കും ഞങ്ങൾക്ക് പരസ്യമുണ്ടാകാൻ ഞങ്ങൾ പരസ്യം കൊടുക്കാറില്ല. രക്ഷിതാക്കൾ തന്നെയാണ് പരസ്യം. രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുടെ എത്രത്തോളം കെയർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ബാക്കിയുള്ള രക്ഷിതാക്കന്മാരോട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പ്രോപ്പഗൻഡ അല്ലാതെ നാച്ചുറൽ പ്രോപ്പഗൻഡ അല്ലാതെ നമ്മുടേതായിട്ടുള്ള പരസ്യങ്ങൾ ഞങ്ങൾ കൊടുക്കാറില്ല. അതിൻ്റെ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് 2 കൊല്ലം ശരിക്കും പറയുകയാണെങ്കിൽ പ്രകൃതിയുമായി നമ്മുടെ മക്കൾ യാതൊരു ബന്ധവുമില്ലാത്ത 2 വർഷം പിന്നിട്ടു. അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോഴും തീർന്നിട്ടില്ലെന്ന് പറയാം. ഇങ്ങനത്തെ അവസ്ഥയിലും കൂടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോം എവേ ഫ്രം ഹോം എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് കുട്ടികളെ നമ്മൾ പരിപാലിക്കുകയും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം എത്രയും അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, sir. Now, I request our Honorable Principal, Mrs. Jasina Rajesh ma'am, to deliver the Principal's address. A very good morning to you all. First of all, I would like to wish you all a very happy new year. Respected Chairman, Sri E.G. Gopalakrishnan, Ward Councillor, Srimati Prema Kumari, Chief Guest, Dr. Sandhya Kekuru, one of our parents, Mr. Dilip Kumar, parents, grandparents, my colleagues and my beloved children. Today we are celebrating our 16th annual day. The school was founded in 2008 by late Srimati Rajalakshmi and Sri E.G. Gopalakrishnan. Littlefield Public School offers the children a home away from home, where they are able to relax, settle down and at the same time learn while they play. We strive to provide a total stress-free learning environment where the child learns through various activities. Our aim is to provide your child ideal foundation for the next level of learning. Nurture in your child the desire to learn and make learning a joyous adventure. The last annual day was conducted on 9th December 2022. On 23rd December, after the second terminal examination, Christmas was celebrated. On 1st January 2023, New Year gift exchange conducted. Sports Day was on 18th January and the winners were awarded with medals and certificate on the school assembly. On 23rd January, a DISCO scholarship exam was conducted in our school.
and many of our children participated and won cash prizes, certificate and medals. On 25th January, our play class children were taken for a picnic to Snake and Ladders, Vadagara. On February 23rd, rainbow coloring competition conducted. Medals and certificate of this distributed on the school assembly. On March 12, our LKG, UKG and first standard children were taken for a picnic to Vismaya, Kannur. Class party was given before third terminal examination. Graduation ceremony conducted on March 31st. On 29th May 2023, this academic year commenced. 1st June, play class, UKG, first standard, second standard class started. June 5th, Environment Day was celebrated. Children were given saplings on the school assembly. Green Wave 2023 in cooperation with the Children's Forest Program organized by OISCA International. Our school got an international certificate for the active participation in this program. Independence Day was celebrated by hoisting the flag and various children's programs were conducted. First and second standard children participated in a quiz competition for the first time. On 25th 8/23, after the first terminal examination, Onam celebrated. Our children had Onam feast and made flower carpet, and they all made the day very colorful. On 4th October, 3 days Kiddies Day celebrated. Action songs, dance, fancy dress, storytelling, handwriting, coloring, drawing competitions were conducted for play class to second standard children, and the children enthusiastically participated in it. The winners were awarded with trophies, certificate in the school assembly. On 14 November, Children's Day was celebrated in association with Kalyan Silks, Vadagara. All the children were given gifts and dance, song, fashion show, paper craft work, musical chair, etc. were conducted. The whole school participated in this program. Color days, red, green, pink, orange, blue, yellow, etc. were celebrated. Plant a seed day, my favorite toy day, leaf day, salad day, Father's art day, etc. were conducted during Wednesdays. We are also providing abacus classes for UKG, first and second standard children. One of our second standard students, Miss Samiksha, is selected for state level competition. After the second terminal examination, Christmas was celebrated. And on 3rd January 2024, New Year gift exchange conducted. Now, I would like to conclude my report by extending special thanks to our guests, parents and grandparents for joining us today in this event and make this event the most memorable day for all of us. Thank you. Jai Hind. Thank you, ma'am. Thanks a lot for your sincere and kind words. Now, I call upon our chief guest, Dr. Sandhya K. Kurup, to enlighten us with a few words. Very good morning. ബഹുമാന്യനായ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ EG ഗോപാലകൃഷ്ണേട്ടൻ, ഇനോഗ്രേഷൻ ചെയ്ത നമ്മുടെ വാർഡ് കൗൺസിലർ മിസ്സസ് പ്രേമകുമാരി അവർകൾ, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ദിലീപ് കുമാർ, പ്രിൻസിപ്പൽ ജസീല, മിസ്റ്റർ ദിലീപ് കുമാർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതായത് കുട്ടികളുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും എല്ലാവരും എത്തിയിട്ടുണ്ടാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഞാൻ ഡോക്ടർ സന്ധ്യ കുറുപ്പ്, ഇപ്പോൾ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യാണ്. ഈയൊരു ദിവസം ഒരു വടകരക്കാരി തന്നെയാണ് ഞാൻ, ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. ഈയൊരു ദിവസം ഈയൊരു ടൗൺ ഹാളിൽ
ഈ ചെറിയ കുട്ടികളുടെ ഈ ഒരു സ്കൂളിൻ്റെ പരിപാടിക്ക് ഇവിടെ നിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ടൗൺ ഹാള് ഒരുപാട് നമ്മൾ കണ്ടതാണ്. കുട്ടിയായിരിക്കും ഇവരെ പോലെ തന്നെ ഓടി നടക്കുന്ന സമയത്ത് കണ്ടതാണ്. ഇത്ര അല്ലെങ്കിലും കുറച്ച് വലുതായ സമയത്ത് ഒരു 8th ആ ടൈമിലാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കാണുമ്പോൾ നമുക്ക് പണ്ട് PT ഉഷ ഏഷ്യാഡിൽ ഓപ്പൺ ജീപ്പിൽ ഈ റോഡിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് കാണാൻ വേണ്ടി ഓടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന്നും മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടേ ഇരിക്കേണ്ട ആ ഒരു നിമിഷം. പിന്നെ ഒരുപാട് ഫൈൻ ആർട്സ് അസോസിയേഷൻ പ്രോഗ്രാം, ഗീതാഞ്ജലി, അങ്ങനെ നല്ല നല്ല പരിപാടികളും എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ള വടകരയുടെ ഒരു ഹൃദയഭാഗത്ത് ഈ ടൗൺ ഹാളിൽ നമ്മുടെ ഗോപാലകൃഷ്ണേട്ടൻ്റെയും മിസ്റ്റർ രാജലക്ഷ്മി അവറുകളുടെയും മിസ്സിസ് രാജലക്ഷ്മി അവറുകളുടെയും ഒരു സാന്നിധ്യത്തിൽ 2008 സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സ്കൂളിൻ്റെ ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ചെറിയ മക്കളെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അല്ലേ? കാരണം അവർ കുഞ്ഞു കുട്ടികളാണ്, അവർ ഓടി കളിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് ഒരാൾ ചിരിക്കുന്നുണ്ട്, അവിടെ നിന്ന് ആ സൈഡിൽ നോക്കുമ്പോൾ ഒരു കുട്ടീനെ ഉന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, തല വീഴാത്തത് ഭാഗ്യം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ, അതായത് റോസ് പൂ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടു, ആദ്യത്തെ കുട്ടി ഒരു കൈ, രണ്ടാമത്തെ കുട്ടി 2 കൈ, മൂന്നാമത്തെ കുട്ടി വേറെ ഏതോ ലോകത്ത്. സ്പീച്ച് പറഞ്ഞൊരു കുട്ടി വളരെ ഭംഗിയായിട്ട്, അതായത് ആ കുട്ടിക്ക് സ്പെഷ്യൽ ക്ലാപ്പ് നമ്മൾ കൊടുക്കണം. കാരണം വളരെ ഭംഗിയായിട്ട്, അതായത് ഓരോരുത്തരെയും എടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടി അവിടെ അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ഇതാണ്. ആ ചെറിയ പ്രായത്തിൽ തന്നെ അത് കാണിക്കുന്നത് സ്കൂളത്തിലെ ടീച്ചേഴ്സിൻ്റെതും ഇവിടെയുള്ള നമ്മുടെ ഒരു പാരൻ്റ് അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു കൂട്ടായിട്ടുള്ള ഒരു തള്ളലാണ്, അതായത് പിന്നിൽ നിന്നുള്ള ഒരു ഉന്ത് കിട്ടിയത് കൊണ്ടാണ് ആ കുട്ടിക്ക് കഴിവുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സ്കൂളുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, സ്കൂളുകൾ ഈ കുട്ടികളുടെ ഹൈ എനർജി ലെവലിലൊരു പീരീഡാണ് ഈ ഒരു ടൈം. അതായത് അവർക്കൊന്നും അറിയില്ല, പക്ഷെ അവർ ഫുൾ ഓഫ് എനർജിയുള്ള കുട്ടികളായിരിക്കും. അവർ ഫുഡ് കഴിക്കും, അവർ ഓടിക്കളിക്കും, മറ്റുള്ള കുട്ടികളെ തള്ളിയിടും, എന്തെങ്കിലും പ്രോഗ്രാംസിൻ്റെ ഓടിച്ചാടി അവിടെ ചാടി കയറി കളിക്കും. അത് നമുക്ക് അവരെ പിടിച്ചു നിർത്താനുള്ള ഒരു കിട്ടാത്തൊരവസ്ഥയില്ല. ഹൈ എനർജി കുട്ടികളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അവരെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു, അതായത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. നമ്മുടെ ചെറിയ കാലഘട്ടത്തിൽ ഓർമ്മിക്കുമ്പോൾ, ഞാനിവിടെ വടകര കോൺവെൻറ്റിലാണ് പഠിച്ചത്. ശാന്ത ടീച്ചർ, എൻ്റെ സ്കൂളത്തെ ടീച്ചറിൻ്റെ ഓരോ കുട്ടികളോടുള്ള സമീപനം ഇപ്പോഴും എനിക്ക് നല്ല രീതിയിൽ, ടീച്ചറിനെ എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ ഒരു രീതിയിൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ടീച്ചേഴ്സാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ടീച്ചറിൻ്റെ കയ്യിലാണ് കുട്ടികൾ എത്തിപ്പെടുന്നത്. ചെറിയ പ്രായത്തിൽ ഒരു ദിവസത്തിൻ്റെ വലിയൊരു ഭാഗം അവരുടെ കയ്യിലാണ് കുട്ടികളുള്ളത്. ആ ഒരു നിമിഷം ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന പല പല വികാരങ്ങൾ നമുക്കുള്ളത് പോലെ തന്നെ അവർക്കും സങ്കടങ്ങളുണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പാരൻസ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാനോ അവർക്ക് ഏത് രീതിയിൽ അവരെ ചിന്തിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് പാരൻസിൻ്റെ ഏറ്റവും. ഈ പറയുന്ന എനിക്കും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ വർക്കിംഗ് ആയിരിക്കും, കുട്ടികൾ സ്കൂളിൽ പോയി വരും, നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടോ, അവർ മുന്നോട്ട് പോകുന്നുണ്ടോ, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിച്ച് കൊണ്ടേയിരിക്കുന്നത്. ബാക്കി ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. പ്രത്യേകിച്ച് പണ്ടത്തെ കാലഘട്ടം പോലെയല്ല. ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ഫാദറും മദറും എല്ലാവരും വർക്കിംഗ് ആയിരിക്കും, വീട് പൂട്ട്. ആ ഒരു ഭയങ്കര ഒരു തിടുക്കാണ് എല്ലാ കാര്യത്തിനും. റോഡിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് എല്ലാവർക്കും എവിടെയോ എത്തിപ്പെടാനോ എന്തെല്ലോ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു തിടുക്കത്തിൻ്റെ ഇടയിലാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരുപാട് തെറ്റുകൾ നമുക്ക് പിന്നെ കറക്റ്റ് ചെയ്യാമല്ലോ. അപ്പം ഇടയ്ക്ക് ഞാൻ ആലോചിക്കലുണ്ട് എന്തിനിങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. അതായത്
ടീച്ചേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ അപ്പോൾ ഒരു കുട്ടി ഇരിക്കുമ്പം നീ നേരെ ഇരിക്കടാന്ന് പറയുന്നതിന് പകരം മോനെ കാല് നേരെ ഇട്ടിരിക്കുക, ആ ഒരു രീതിയിൽ ഒരു ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ കുട്ടിയെ ഏറ്റവും നല്ല ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് കുട്ടികൾ അത് ഏറ്റെടുക്കും. അതേസമയം മോനെ കാല് നേരമൊക്കെ അടി കിട്ടും എന്നെല്ലാം പറഞ്ഞാൽ കുട്ടികൾ 2 കാല് എടുത്ത് അപ്പുറത്ത് വെക്കും. കണ്ണുകൾ 4 സൈഡിലും വേണ്ട കണ്ണുകളാണ്. ടീച്ചേഴ്സ് പാരൻസിനോട് കൃത്യമായിട്ട് പറയണം, വിവരങ്ങൾ പറയണം. ഒരിക്കലും അവരുടെ മക്കളെ നിങ്ങളുടെ കുട്ടി ഒന്നും പഠിക്കില്ല, എന്തെന്നാ അതൊന്നും പഠിക്കില്ല എഴുതിക്കൊണ്ട് ആ ഒരു രീതി, ആ ടോണുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മോശം ഉണ്ടാക്കുന്നത്. നമ്മുടെ സംസാരത്തിൻ്റെ ടോണുകളാണ് നമുക്ക് ഏറ്റവും മോശം ഉണ്ടാക്കുന്നത്. അതായത് ഒന്ന് ടീച്ചേഴ്സ് അങ്ങോട്ട് പറയാം, അപ്പോൾ എന്ത് വരും, സ്വാഭാവികമായിട്ട് പാരൻസിൻ്റെ സൈഡിൽ നിന്നൊരു ഇത് വരും ഇല്ലേ. ഇപ്പം നമുക്ക് എല്ലാത്തിനെയും ഒരു കുത്തി നെഗറ്റീവ് പറയാനുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ ഒരു കുട്ടീനെ പൂർണ്ണ വിശ്വാസത്തോട് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പാരൻസിന് അതിൽ വലിയൊരു റോളുണ്ട്. കാരണം ഈ പാരൻസ് മനസ്സിലാക്കണം, ഈ നമ്മൾ കുട്ടികളുണ്ടാവും ഏകദേശം ആ ഒരു 28-40 ഇടയിലാണ് മിക്കവാറും മക്കൾ ജനിക്കുന്നത്. ആ ടൈമിലാണ് നമ്മുടെ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട സംഗതികൾ, വീട് വെക്കണം, അങ്ങനെ വണ്ടി വാങ്ങണം, അങ്ങനെ അതെല്ലാണല്ലോ ഇപ്പോഴത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അപ്പോൾ ആ സംഗതികൾ നടക്കുന്നത് ആ സമയത്തെ. അപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടാവില്ല, അപ്പം നമുക്ക് സ്ട്രെസ്സ് വരും, കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പം എല്ലാം കൂടി ലൈഫ് അവിടെ എത്തണം, ഓഫീസിലെത്തണം, അപ്പോൾ കുട്ടീനെ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയിടുക. അപ്പം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എല്ലാമായി എന്ന് ഒരു പാരൻറ്റും വിശ്വസിക്കാൻ പാടില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു കുട്ടിയുടെ ലൈഫിൽ നെടുന്തൂണ് ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ അച്ഛനും അമ്മയ്ക്കും വീട്ടിലെ ഗ്രാൻഡ് പാരൻസ്, ഇവിടെ കുറേ തലനരച്ച ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഗ്രാൻഡ് പാരൻസിന് വലിയ റോളുണ്ട്. ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്നതിൽ വലിയ റോളുള്ള ആൾക്കാരാണ് നമ്മളെ പാരൻസ്. കാരണം ഉദാഹരണത്തിന് എൻ്റെ അമ്മേനെ തന്നെ എടുക്കാം. ഈ എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയി സ്കൂളിൽ പോയി ടീച്ചേഴ്സിനെ കാണും. അപ്പം ഞാൻ പണ്ടെല്ലാം നമുക്ക് അസ്വസ്ഥയായിരുന്നു, അമ്മ വന്നിട്ട് നോക്കും, ഇത് വേറെ പ്രോഗ്രാം ഉള്ളപ്പോഴായിരിക്കും, സ്കൂളിൽ ഡാൻസും അതെല്ലാം ഉള്ളപ്പോഴാണ് മെയിനായിട്ട്, അല്ലാണ്ട് കാര്യങ്ങൾ നോക്കാനല്ല, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ടീച്ചേഴ്സ്, അമ്മമാർ സ്കൂളിൽ വരുമ്പം ടീച്ചേഴ്സിനോടുള്ള ആ ഒരു സമീപനം ഉണ്ടല്ലോ, അതായത് ടീച്ചേഴ്സിനോടുള്ള സമീപം എങ്ങനെയുണ്ട്, എൻ്റെ മോൾ എങ്ങനെയുണ്ട്, ഏത് രീതിയിൽ പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, അവർ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും, ടീച്ചേഴ്സ് ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും, അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അപ്പം ഞങ്ങളോട് കമ്മ്യൂണിക്കേഷനിലുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചറിനോട് സ്വാഭാവികമായിട്ട് പാരൻറ്റിനൊരു ഇറിറ്റേഷൻ വരും. അല്ലാതെ ഈ ടീച്ചേഴ്സ്, പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാഗും എടുത്ത് ബുക്കും കൊടുത്ത് പേനയും കൊടുത്ത് കുടിക്കാനുള്ളതും തിന്നാലും കൊടുത്ത് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എല്ലാമായി എന്ന് വിചാരിക്കരുത്. അവർക്ക് വലിയ റോളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ കാലുകൾ കഴിവിപ്പിക്കൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു ജലദോഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു കുട്ടീനെ സ്കൂളിലേക്ക് വിടുന്നത്, പനിയെല്ലാം കഴിഞ്ഞ്. നെക്സ്റ്റ് തിരിച്ച് പോകുമ്പോൾ എന്തായിരിക്കും, ആ കുട്ടിക്ക് അടുത്ത കുട്ടിക്ക് ജലദോഷം തുടങ്ങും. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മൂക്കുന്ന അവിടെ ഇവിടെയെല്ലാം ടച്ച് ചെയ്ത് അത് നമ്മളെ കുട്ടി തൊട്ട് അവിടെ നെക്സ്റ്റ് അടുത്ത പനി വരും. അപ്പം കുട്ടികൾക്ക് സ്കൂളിൽ വരാനും ക്ലാസ് നഷ്ടപ്പെടാനും ഈ പനികൾ ഇങ്ങനെ വരണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ബാഗ് എടുക്കുക, ബാഗ് പരിശോധിക്കുക, അതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ഐഡിയ എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് ആ പാരൻറ്റ് ടീച്ചർ, അതായത് ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവുള്ളൂ. കുട്ടിക്ക് മാർക്ക് കുറയുമ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനോട് ചാടിക്കയറുന്ന ഒരുപാട് പാരൻസിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൽ നമുക്കും റോളുണ്ടെന്ന്. ഉദാഹരണത്തിന് ഞാൻ പ്രത്യേകം മനസ്സിലാക്കിയത്, എനിക്ക് ചെറിയ മോനായപ്പോൾ നമ്മൾ ഓട്ടത്തിലായിരിക്കും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാരെ ഇത് കാര്യങ്ങളും ഒരുപാട് പ്രശ്നത്തിനുള്ളിൽ കൂടി ഓടിക്കഴിക്കുമ്പോഴായിരിക്കും മോന് മാർക്ക്. അപ്പം നമുക്ക് ഈ മന്ത് നല്ല ഒരു റിലാക്സ്ഡ് മൂഡാണെങ്കിൽ കുട്ടികൾക്ക് മാർക്ക് ഉണ്ടാവും. നമ്മുടെ മൂഡ്, നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മാർക്ക് കുറയും. അത് കാണിക്കുന്നത് ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മൾ വീട്ടിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാർക്ക് ഉണ്ടാക്കണം. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും നമുക്ക് നല്ല റോളുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇപ്പോഴത്തേത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പോൾ പാരൻസിനെല്ലാം അവർക്ക് ഇവിടെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ കെട്ടിയിടാൻ ട്രാവൽ ബാഗ് പോലെ കുട്ടികളെ കെട്ടിയിടാനുള്ള സാഹചര്യമുണ്ട്. കുട്ടികൾക്ക് ഇവിടെ കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്.
പിന്നെ മൊബൈൽ സ്റ്റാൻഡ് കൊണ്ടുപോയി വെച്ചിട്ട് മൊബൈലിൽ ഗെയിം കളിച്ചിട്ടാണ് ഇപ്പോഴത്തെ അമ്മമാർ 1 വയസ്സും 2 വയസ്സുള്ള കുട്ടികളെ കൊടുപ്പിച്ച് കൊണ്ടേയിരിക്കുന്നത്. ഇതൊന്നും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുള്ള കാലഘട്ടത്തിലൊന്നും ഇത്തരം സംഗതികളൊന്നുമില്ല. പക്ഷേ അതൊക്കെ നല്ലതാണ് ഈ തിരക്കുള്ളത്. പക്ഷേ ഈ മൊബൈൽ കയ്യിൽ കൊടുത്തിട്ട് ഗെയിമും കൊടുത്തിട്ട് കുട്ടികളെ ഇങ്ങനെ തോന്നിയ രീതിയിൽ വിടുന്നത് വളരെ നല്ല കാര്യമല്ല. അപ്പം ചിലർ ഭയങ്കര അഭിമാനത്തോടെ പറയും, എൻ്റെ മോൻ ചെറിയ പ്രായമാണ്, അവനെല്ലാം മൊബൈലിൽ ചെയ്യുന്നെല്ലാം പറയും. ശരിയാണ്, അവൻ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ അത് വലിയ നല്ല കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ മൊബൈലിൻ്റെ യൂസേജ് കുട്ടികൾ ശ്രദ്ധിക്കണം. ഈ ചെറിയ മക്കളാണ്, അതെല്ലാം നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കും പോലെ ഇരിക്കും. ഇപ്പം അടുത്ത് തന്നെ നമ്മുടെ ട്രെയിനിൽ, അതായത് കുട്ടി 10th പഠിക്കുകയാണ്, ഒരു യാത്രയിൽ പോകുമ്പോൾ ഒരു ഡോക്ടർ കുട്ടിയാണ്. ഞാൻ നോക്കുമ്പോൾ അവൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഫോണിന് ചോദിക്കുകയാണ്, അച്ഛൻ ഒന്ന് ഫോൺ തെറ്റാൻ അവിടെ കിടക്കും, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. 10 മണി കഴിഞ്ഞാൽ കുട്ടികൾ കിടക്കുക, ഉറങ്ങുക. ചെറിയ മക്കളാണ് ഉറങ്ങുക, ഉറക്കം കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ നമ്മൾ അവർക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് ലോകത്താണോ ഉറക്കമില്ലാത്ത രീതിയിലാണ് നമ്മുടെ പോകുന്നത്. അപ്പോൾ അവിടെ ആർക്കാണ് റോളുള്ളത്? അവിടെ ആർക്ക്? ടീച്ചേഴ്സിന് വന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടികൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ഒരു സംഗതി കൊടുക്കുക, എന്നിട്ട് അവർക്ക് പിന്നെ തിരിച്ച് ഫോൺ വാങ്ങിയിട്ട് വേണം കിടക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ചില കാര്യങ്ങളുണ്ടാവും, കുട്ടികൾക്ക് ഗെയിം കളിക്കുന്നത്, അതായത് കമ്പ്യൂട്ടറിൽ പണ്ട് ഗെയിമിൻ്റെ ഒരു യുഗം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് അതൊന്നും വേണ്ട, കമ്പ്യൂട്ടറിൽ കാറിൻ്റെ ഡ്രൈവ്. അപ്പം നമ്മുടെ എൻ്റെ മോനെ തന്നെ അവന് ഭയങ്കര ക്രേസായിപ്പോയി. അപ്പോൾ ഒരു ദിവസം ഫുള്ള് സൺഡേ ഫുള്ള് ഹസ്ബൻഡ് പറഞ്ഞു, ഇവൻ ഇന്ന് ഫുള്ള് കളിച്ചോട്ടെ, ഫുഡെല്ലാം കളിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഒന്ന് വെച്ച് കൊടുക്ക്, അവന് കളിക്കട്ടെ, നല്ല മോനാ, ഇന്ന് ഫുള്ള് കളിച്ചോ എന്ന് പറഞ്ഞാൽ സൺഡേ ഫുള്ള് കളിക്കാൻ കൊടുത്തു. ഉച്ചക്ക് 2 മണി വരെ ഗെയിം വണ്ടി ഓടിച്ച് അവസാനം അത് മതിയായി. ആ ഒരു ടെക്നിക്ക് നമുക്ക് വല്ലപ്പോഴും ഉപയോഗിക്കാം. അതായത് ഏതിനോടും കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തെറ്റി മാറുമ്പോൾ ഇന്ന് മോൻ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞൊന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് കുട്ടിക്ക് ചിലപ്പോൾ മതിയാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുട്ടികളെ അപ്പോൾ കുട്ടികളെ നമുക്ക് ട്രയൽ ആൻഡ് എററിൽ കൂടിയാണ് ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാരൻസ് സ്കൂളിൽ പോകണം, സ്കൂളിലെ ഫങ്ഷനിലെല്ലാം അറ്റൻഡ് ചെയ്യണം. പിന്നെ കുട്ടികളെ ടീച്ചേഴ്സിനെ ഒരു കുത്തിപ്പറയുന്നൊരു സംസാരം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ നമുക്ക് പിന്നെ അവരെ മുഖത്ത് നോക്കാനോ അവരോട് ക്ലിയറായിട്ട് സംസാരിക്കാനോ പറ്റുമോ? എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ? നമ്മൾ അനാവശ്യമായിട്ട്, നമ്മൾ ഭയങ്കര സിൻസിയറായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, അനാവശ്യമായിട്ട് അയാളെ കുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പറ്റുമോ? പാരൻസ് പറയും, പറ്റുമോ? ഇല്ലല്ലോ. പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് പറ്റില്ല. അതേപോലെയാണ് നമ്മൾ ടീച്ചേഴ്സിൻ്റെ മനസ്സും നമ്മൾ കാണണം. അതായത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റെല്ലാം പറ്റിയിട്ടുണ്ടാകും, ക്ലാസ്സിൽ എടുക്കുന്നതിൽ അതിൽ ചെറിയ ഇഷ്യൂസ് എല്ലാം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളത് സമാധാനിപ്പിക്കുക, ടീച്ചേഴ്സിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ടീച്ചേഴ്സിനും ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പാരൻസ് സംസാരിക്കുക. നമ്മൾ ചിലർ പറയും ഫീസ്, ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ചില പേഷ്യൻസ് പറയും എപ്പോഴും, നമ്മുടെ നികുതിപ്പണം കൊണ്ട് നിങ്ങളെല്ലാം പഠിച്ചേ, എന്നിട്ട് കളിക്കുന്ന കളി കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. നികുതിപ്പണം കൊണ്ടാണ് പഠിച്ചത്, ശരി തന്നെ, പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 100 പേഷ്യൻറ്റിനെ നോക്കേണ്ട സ്ഥലത്ത് ഒരു ഡോക്ടർമാർ ഗവൺമെൻറ് സർവീസിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് 200-250 പേഷ്യൻ്റാണ്. അതിന് ആവശ്യത്തിന് ക്വാളിറ്റി ഉണ്ടാവുമോ? ഇല്ല. പിന്നെ ഇയാൾ നികുതി പണത്തിനെ പറ്റി പറഞ്ഞിട്ട് കാര്യം എന്താ? അപ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് ടീച്ചേഴ്സും പാരൻസും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഭയങ്കര ഊഷ്മളമായിട്ടുണ്ടെങ്കിൽ എന്ത് സംഗതി, ഭൂമിൻ്റെ താഴെയുള്ള എന്ത് സംഗതി വേണമെങ്കിലും നമുക്ക് കെട്ടിപ്പടിക്കാൻ പറ്റുന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം നമുക്ക് കോൺവെൻറ്റിൽ മരിച്ചുപോയ ഡെസിഡേരിയ സിസ്റ്റർ ഇപ്പം അടുത്ത് മരിച്ചുപോയി. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എല്ലാം അറിയായിരിക്കും. സിസ്റ്ററിനെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, പക്ഷേ വളരെ ഭംഗിയായി കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയും, അതേസമയത്ത് ഫ്രണ്ട്ലി ആവേണ്ട സമയത്ത് ഫ്രണ്ട്ലി ആവും. പഠിക്കുന്ന കുട്ടികളോ പഠിക്കാത്ത കുട്ടികളോ എന്നുള്ള ഒരു ചിന്തയും ഇല്ലാത്തൊരു സിസ്റ്ററാണത്. അതായത് ഒരേ രീതിയിൽ എല്ലാവർക്കും പഠിക്കാം, അതേസമയം അവരുടെ കഴിവുകൾ പൊക്കിയെടുക്കാനും പറയേണ്ട സമയത്ത് നല്ല രീതിയിലും കൃത്യമായിട്ട് അറിയിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പം അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പരസ്പര സ്നേഹവും പിന്നെ നമ്മൾ കൊണ്ടുവന്ന സ്കൂളിൻ്റെ വിശ്വാസവുമാണ്
നമ്മളെ ഒരു കുട്ടീൻ്റെ ഒരു ഭാവി തന്നെ വലുതാക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെല്ലാവരും പിന്നെ ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെയും കാണണം, ടീച്ചേഴ്സിനെയും കാണണം, നമ്മുടെ മക്കളെയും കാണണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടമാണ്. ഇനിയിപ്പോൾ ഈ മക്കൾ വലുതായി, ഇതുവരെ നമുക്ക് വലിയ സ്ട്രെസ് ഉണ്ടാവില്ല. നമ്മൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവിടും. അത് കഴിഞ്ഞാൽ 5ാം ക്ലാസ് തുടങ്ങി നടത്തി പഠിച്ച് ട്യൂഷന് പോവും. പല ഇടവഴികളിലൂടും പല സ്ഥലങ്ങളിലൂടും നമ്മുടെ മക്കൾ പോവും. അവരെവിടെയാണ് എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇഷ്യൂസ്, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഇഷ്യൂസ്, അതായത് ഈ മയക്കുമരുന്നിൻ്റെ ഒരു കാലഘട്ടം അതിലൂടെ നമ്മൾ ഓരോ വീട്ടിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ചെറിയ മക്കളല്ല വലിയ മക്കളില്ലാത്ത വീടുകളിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ചെറിയ മക്കൾക്കും കൂടി കൊടുക്കുന്ന ഒരു സ്റ്റേജിൽ കൂടി നമ്മൾ പോകുന്നുണ്ട്. ചെറിയ മക്കൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, രാവിലെ ഉച്ചയ്ക്ക് കൊയിലാണ്ടിയിൽ നിന്ന് ഒരു 3:30 ആയപ്പോൾ കോഴിക്കോടേക്ക് വണ്ടിയിൽ ഞാൻ പോകുമ്പോൾ വഴിയിൽ 2 കുട്ടികൾ കൈ കാണിച്ചു. ഒരു കുഞ്ഞു കുട്ടികളാണ്, 6ൽ ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഒരു 3:30 ആയപ്പോൾ ഞാൻ എല്ലാവരും കൈ കാണിക്കേണ്ട, ആരും കയറ്റില്ല. അപ്പോൾ ഞാൻ കയറ്റി. നമുക്ക് അങ്ങനത്തെ ഒരു വലിയ ചിന്ത എൻ്റെ തലയിൽ കൂടി പോയിട്ടില്ല. പക്ഷേ കയറ്റി നോക്കിയപ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല്, ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ല് വരുന്നു. അപ്പം സിഗരറ്റിൻ്റെ സ്മെല്ല് എനിക്ക് നല്ലോണം അറിയാം, കള്ളിൻ്റെ സ്മെല്ല് നമുക്ക് അത്യാവശ്യമെല്ലാം അറിയാം. പക്ഷേ ഇത് എന്തോ ഒരു സ്മെല്ല്. അപ്പം ഒരു കുട്ടി ഇങ്ങനെ കിറങ്ങി നിൽക്കുന്നുണ്ട്, ഒരു കുട്ടി സഹായിയായിട്ട് നിൽക്കുന്ന രീതിയിൽ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പം സ്കൂള് യൂണിഫോം ഡ്രസ്സിലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ആപ്പൻ്റെ വീട്ടിൽ പോയതാ, കുളിക്കാൻ പോയതാ, കുളത്തിൽ പോയതാ. ഞാൻ പറഞ്ഞു, കുളിച്ച രൂപമില്ലല്ലോ. അപ്പം പറഞ്ഞു, ആപ്പൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെയാണ് പോയത്? ഒരു ഏട്ടനെ കണ്ടു, അവരോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇത്ര സംസാരിക്കാൻ എന്താ ഉള്ളത്? അല്ല, ഏട്ടനോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് അവർ സൈഡിൽ കൂടി വരാൻ പറ്റാത്തൊരു വഴി കൂടിയാണ് ഹൈവേയിൽ കയറിയത്. അപ്പം കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഈ കുട്ടികളെ സ്മെല്ലെല്ലാം കണ്ടു. അപ്പോൾ അവർ പാവങ്ങാട് സ്കൂളെല്ലാം തെറ്റിച്ചിട്ടാണ് പറയുന്നത്. യൂണിഫോം കണ്ടാൽ നമുക്കറിയാമല്ലോ. അപ്പം എല്ലാം തെറ്റിച്ച്, ഏജും എല്ലാം തെറ്റിച്ച് അവർ പറയാം. അപ്പം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അവർ ഏതോ ഒരു ടീച്ചർ, ആ സ്കൂളിലത്തെ ടീച്ചർ മനസ്സിലാക്കി, ഇത് ഇവിടെയാണല്ലോ, ഈ സ്കൂളിൻ്റെ അടുത്തുള്ളതാണല്ലോ. ആ ടീച്ചർ മനസ്സിലാക്കി സ്കൂളിൽ അസംബ്ലിയിൽ അനൗൺസ് ചെയ്തു, ഏതെങ്കിലും കുട്ടികൾ പിന്നെ ഒരു കറുത്ത കാറിൽ, ആരാന്നൊന്നും പറഞ്ഞില്ല, കറുത്ത കാറിൽ കയറിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ചിട്ട് നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. കുട്ടികൾ ആരും ഇളകിയില്ല. ഇപ്പോഴത്തെ കുട്ടികളാണല്ലോ, ഇളകിയില്ല. പക്ഷേ അവിടെ 2-3 നല്ല മാഷന്മാരുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്താ, കുട്ടീനെ ഒന്ന് തൊട്ടുപോയാൽ എന്ത് പ്രശ്നമാവും? കേസിന് പോകും അല്ലേ? നമ്മളെല്ലാം പാരൻസ് കേസിന് പോകും. അടിച്ചു, പ്രശ്നമാക്കി എന്നെല്ലാം പറഞ്ഞു. എന്തിനടിച്ചു എന്നുള്ളത് ചില പാരൻസ് ചിന്തിക്കാറില്ല. അപ്പോൾ അടിച്ചു എന്ന് പറഞ്ഞ് കേസിന് പോകും. അതുകൊണ്ട് എല്ലാവർക്കും പേടിയുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് പേഷ്യനെ നോക്കുമ്പോൾ തന്നെയുള്ളൊരവസ്ഥയാണ് ടീച്ചേഴ്സ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഉച്ചക്ക് പോക്കറ്റിൽ 2:30 ക്ലാസ്സിൽ കയറി വരുന്നു ഈ കുട്ടികൾ, വേറൊരു കുട്ടി. അപ്പോൾ ആ പോക്കറ്റ് 2ലും കൈയിട്ടപ്പോൾ ഒരു ടീച്ചർ കൈയിട്ട് നോക്കിയപ്പോൾ ഒരു 300 റുപ്പീസ്, 50 എല്ലാം ചില്ലറയായിട്ട് 300 റുപ്പീസ് എടുത്തപ്പോൾ പിന്നെ അപ്പം കുട്ടികളുടെ കയ്യിൽ ബസ്സിൻ്റെ പൈസയല്ലേ പാരൻസ് കൊടുക്കുള്ളൂ. അപ്പം ഈ 300 റുപ്പീസ് പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് എവിടെ നിന്നാന്ന് കിട്ടിയപ്പോഴാണ് ചകഞ്ഞ് ആ കുട്ടീനെ ഇരുത്തി ഓരോ കുട്ടികളെ ലിസ്റ്റ് കയ്യിൽ വന്നു. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആ സ്കൂളിൽ ഇത് 2018 സംഭവിച്ച കാര്യമാണ്. ആ സ്കൂളിൽ അവരുടെ മതിലിൻ്റെ ചുമരിൽ ഒരു പൊത്തുണ്ടാക്കിയിട്ട് ആ പൊത്തിൽ ഉച്ചയ്ക്ക് കഞ്ചാവ് വെക്കുക, വേണ്ട കുട്ടികൾ വന്നെടുക്കുക. മനസ്സിലായോ? എന്നിട്ട് അവരുടെ അടുത്ത് പൈസ വാങ്ങാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിന്നെ ആ 10 കുട്ടികളെ കിട്ടി. എല്ലാം E ഗ്രേഡ്, എന്തെല്ലാം ഗ്രേഡുകളുണ്ടല്ലോ, D എല്ലാം കിട്ടുന്ന കുട്ടികളാണ്. പഠിത്തത്തിൽ യാതൊരു താല്പര്യമില്ല, ഒന്നുമില്ല. എൻ്റെ കാറിൽ കയറിയ കുട്ടി എൻ്റെ അച്ഛൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പാരൻസ് തന്നെ തലതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആ 10 കുട്ടികളും നന്നായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻഫറൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ആ ടീച്ചർ പോക്കറ്റിൽ കയറ്റു, ആ ടീച്ചർ ഫേസ്ബുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഷെയർ ചെയ്തു. ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അത് ആ ടൈമിൽ ടീച്ചേഴ്സ് ഉത്തരവാദിത്വ ബോധം എടുത്ത് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഒരു 10 കുട്ടികൾ കാരണം നഷ്ടപ്പെടാവുന്ന വേറെ കുട്ടികളുണ്ടാവും. നിഷ്കളങ്കരായ കുട്ടികളായിരിക്കും. അവരോടായിരിക്കും നമ്മൾ ഒരു ദിവസം നീ ഉപയോഗിച്ച് നോക്കുമെന്ന് പറയാം. ഒരു ഡോസും ഉപയോഗിക്കാൻ പാടില്ല.
ഒരു ദിവസം നമ്മുടെ മക്കൾ ഉപയോഗിച്ചാൽ അത് ബുദ്ധിമുട്ടിലേക്കേ പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പാരൻസിന് 4 സൈഡിലും ഞാനെല്ലാം വിചാരിക്കും തൽക്കാലം മക്കളെല്ലാം വലുതായി, തൽക്കാലം രക്ഷപ്പെട്ടെന്ന്. ഇപ്പോഴത്തെ ഇനി വളർന്നു വരുന്ന പാരൻസിന് 4 സൈഡും കണ്ണ് വരാൻ തോന്നുന്നു. എല്ലാ സൈഡിലും കണ്ണ് വെക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു വിപത്തിനെതിരെ നമ്മളെല്ലാവരും ശക്തമായിട്ട്, എല്ലാവർക്കും പേടിയാണ്. ഈ പറയുന്ന നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മറ്റുള്ള മെഡിക്കൽ കോളേജസിലെല്ലാം സ്ട്രെസ്സുള്ള സ്ഥലങ്ങളാണ് അല്ലേ. കുട്ടികൾക്ക് പരീക്ഷ എപ്പോഴും വൈവ, ടീച്ചേഴ്സിൻ്റെ ഇത് ക്ലാസ് ഓവർലോഡ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. അപ്പം നമ്മൾ അത് ഇതാക്കാൻ വേണ്ടി നമ്മൾ വീഴുന്നത് ഈ കഞ്ചാവിൻ്റെ എല്ലാം താഴെയാണ്. അപ്പം അതിനുവേണ്ടി പ്രതികരിക്കുന്ന ഡോക്ടർമാർ, അവരെ വാർഡനായിട്ടുള്ള ആൾക്കാർ പ്രതികരിച്ചപ്പോൾ അവരുടെ കാറിൻ്റെ മുകളിൽ കൊണ്ടുപോയി കരിയോയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇത്തരം ഒരുപാട് സംഗതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ 15 മിനിറ്റാണ് തന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഒരുപാട് പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം എന്ന് ദൃഢമാകുന്നോ, എന്ന് നമ്മളിൽ വിശ്വാസം വരുന്നു. അതായത് ആ ഒരു നല്ലൊരു സ്കൂളാണ്, ഈ ഒരു സ്കൂളിൻ്റെ അല്ല ഉദ്ദേശിച്ചത്, ഏത് സ്കൂളാണ്, ഇത് നല്ലൊരു സ്കൂളാണ്, അവരായിട്ട് അങ്ങനെയുണ്ട്, അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്, ഇനി ഞാൻ എൻ്റെ കുട്ടീനെ ശ്രദ്ധിക്കണം. ആ ഒരു രീതിയിൽ എന്ന് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നോ അന്ന് മാത്രമേ നമ്മുടെ നാട്ടിൽ നല്ലൊരു ഒരു നല്ല രീതിയിലുള്ള കുട്ടികൾ വളർന്നു വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു വാക്ക് സദസ്സിനോട് പറയാനുള്ളത്, ചീഫ് ഗസ്റ്റിനെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനകത്ത് ഉണ്ടായിരുന്നു, ആ ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ പുള്ളിക്കാരത്തി സമ്മതിച്ചില്ല. എന്നോട് പറഞ്ഞു ആ സമയം കൂടി ഞാൻ പാരൻസുമായിട്ട് ഈ കാര്യങ്ങൾ, കുട്ടികളെ കാര്യങ്ങൾ പറയുന്നതിലായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. എന്നെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ നാട്ടുകാരത്തിയല്ലേ, അതുകൊണ്ടാണ് പറയാതിരുന്നത്, ക്ഷമിക്കണം. The fruit of labor is sweet. The root of all goodness lie in the soil of appreciation. I would like to invite Mr. Dilip Kumar to felicitate the event. നമ്മുടെ 16ാമത് സ്കൂൾ വാർഷികത്തിലെ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ E.G. ഗോപാലകൃഷ്ണൻ സർ, മുഖ്യാതിഥി ഡോക്ടർ സന്ധ്യ, പ്രിൻസിപ്പൽ ശ്രീമതി ജസീന രാജേഷ്, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അവസരം ഒരുക്കി തന്ന ഈ വിദ്യാലയത്തിലെ അധികൃതരോട് ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. എൻ്റെ പേര് ദിലീപ്. ഞാൻ ഈ വിദ്യാലയത്തിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമീക്ഷയുടെ അച്ഛനാണ്. ഒരു നാടിനെ കെട്ടിപ്പടുക്കുന്നതിൽ ഒരു വിദ്യാലയത്തിന് വളരെ വലിയ പങ്കാണുള്ളത്. കലാപരമായും സാംസ്കാരികപരമായും ഒരു നാടിൻ്റെ കെടാവിളക്കുകളാണ് വിദ്യാലയങ്ങൾ. അങ്ങനെ ഒരു കെടാവിളക്കായി നമ്മുടെ ഈ വിദ്യാലയം പ്രവർത്തനം തുടങ്ങിയിട്ട് 16 വർഷത്തോളമായി. 2008 പ്രഗത്ഭയായ ശ്രീമതി രാജലക്ഷ്മി മാഡം തുടക്കമിട്ട ലിറ്റിൽ ഫീറ്റ് കിൻഡർ ഗാർഡൻ ആണ് ഇന്ന് നാം കാണുന്ന ലിറ്റിൽ ഫീറ്റ് പബ്ലിക് സ്കൂളായി വളർന്നത്. വളരെ നല്ല ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ ലിറ്റിൽ ഫീറ്റ് പബ്ലിക് സ്കൂൾ പിന്തുടർന്നു പോകുന്നത്. എനിക്ക് ഈ ലിറ്റിൽ ഫീറ്റ് പബ്ലിക് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. ഒന്ന്, ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റ്. അത് സ്കൂൾ ചെയർമാൻ ശ്രീ E.G. ഗോപാലകൃഷ്ണൻ സാറായാലും പ്രിൻസിപ്പൽ ജസീന മിസ്സായി കഴിഞ്ഞാലും വളരെ സൗമ്യമായ വ്യക്തിത്വങ്ങളാണ്. നമ്മൾക്ക് ഏത് സമയത്തും എവിടെ വെച്ചും
സംസാരിക്കുവാനും കാര്യങ്ങൾ പറയുവാനും ഉള്ള ഒരു സാഹചര്യം അവർ എന്നും ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ അർപ്പണബോധവും ഇച്ഛാശക്തിയും ഉള്ള ആൾക്കാരാണ് ഇവർ. ഈ സ്കൂളിൽ നടക്കുന്ന എന്ത് പരിപാടിയായി കഴിഞ്ഞാലും മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ട് പരിപാടി വിജയിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഈ സ്കൂളിലെ അനധ്യാപകരെ കുറിച്ചാണ്. കുട്ടികളുടെ അഭിരുചികൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ പരിശീലിപ്പിച്ച് അവരുടെ കഴിവുകൾ വളർത്തിയെടുത്ത് അവർക്ക് വേദിയൊരുക്കി എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും ഈക്വലായി കണ്ട് അവർക്ക് മാക്സിമം അവരെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പരിപാടി വളരെ നന്നായി ചെയ്യുവാനുള്ള കഴിവ് ഇവിടുത്തെ അധ്യാപകർക്കുണ്ട്. അതുകൂടാതെ തന്നെ വളരെയധികം പ്രവൃത്തി പരിചയമുള്ള അധ്യാപകരാണ് ഈ സ്കൂളിൻ്റെ മുതൽക്കൂട്ട്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചാണ്. കുട്ടികൾക്ക് പഠനത്തിൻ്റെ അമിതഭാരം ഏൽപ്പിക്കാതെ അതേസമയം വിദ്യാഭ്യാസ നിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ ലിറ്റിൽ ഫീറ്റ് പബ്ലിക് സ്കൂൾ പിന്തുടർന്നു പോകുന്നത്. വടകരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലിറ്റിൽ ഫീറ്റ് പബ്ലിക് സ്കൂൾ വടകരയുടെ അഭിമാനമായി എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Cultivate the habit of being grateful for every good thing that comes to you and to give thanks continuously. With that being said, let me invite Mrs. Namita Anish ma'am to deliver the vote of thanks. Dear students, fellow teachers, parents and distinguished dignitaries, it gives me immense pleasure in delivering vote of thanks on behalf of all students and staff. First, I thank Principal Mrs. Jasina Rajesh and Chairman Sri E.G. Gopalakrishnan for their mission and vision which guide all of us in working for the progress of the school, Little Feet Kindergarten and Public School, and molding small children to the bright star and responsible citizens of tomorrow. I thank our chief guest, Dr. Sandhya K. Kurup, for the gracious presence on this occasion. I thank Vadagara Municipality for their support throughout the academic year and for organizing annual day program. I thank Mrs. Dilip Kumar for giving felicitations. I thank Mrs. Prema Kumari, Ward Councillor. I thank DSS for today's contribution for organizing this annual day, a memorable one. I thank Ajanta for the makeup and costume for today's event. I thank projector operator for the flawless work. I thank Mrs. Jishma for the choreography. I thank Vinish and Manoj for their total involvement for this function. I thank fellow teachers for their total commitment and involvement for this annual day program from the beginning till today. Without their dedication, this event could not have taken place. I thank the lovely anchor, Ruba Lakshmi, for her energetic anchoring during the event. I thank the children for making this annual day a memorable one for all of us. Last but not the least, I thank the parents for trusting and believing in us. Your involvement directly or indirectly is an inspiration for us to do better and make name for the school, Little Feet Kindergarten and Public School. You are the motivation for us to organize annual day and other events which displays the talent of our children. Hope you will continue to encourage us in future events also. Thank you.
പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാട്ടണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണുന്ന പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണുന്ന ഓ ദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കമേ ഓ ദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കമേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മെന്നു ഗുരു പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുമ്പിൽ സങ്കടമെല്ലാം ഇരുമുടിയാക്കി സന്നിധി തേടും പാപികളെ സംക്രമസന്ധ്യേ നിന്നുടെ ചിമിഴിൻ കുങ്കുമമൊഴിയും മയ്യപ്പൻ ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നീക്കവേ ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നീക്കവേ ഒരു നാളികേരമുടയുന്ന പോലെ ഉടയുന്നതെന്റെ ഹൃദയം പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക്
We gathered here to tell you on this very special day, we're all so very happy to wish and to you say, welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. So join in the celebration, it's time to pay our due. That was carefully prepared and brought out just for you. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. I like the moving, moving. I like the moving, moving. I like the moving, moving. We like the moving. I like the moving, moving. She like the moving, moving. He like the moving, moving. We like the keep on jumping off the floor, dancing till your feet is sore. Party hard, it's like it's Mardi Gras, 'cause that's what life is for. And we don't party hardly. Parents, please We cheer just for party the hard. students. And not because we bored, we party 'cause we born apart. That's why keep on, yes, that's why keep on, yes, that's why keep on doing what I'm doing, y'all. I like the moving, moving. I like the moving, moving. I like the moving, moving. We like the moving. I like the moving, moving. She like the moving, moving. He like the moving, moving. We like the moving. I like the party, party. He like the party, party. They like the party, party. We like the party. She like to shake it, shake it. She like to shake it, shake it. He like to shake it, yeah. Somebody say yeah. Say yeah, yeah. Back it up, 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 back it up. Give me room, give me room, give me room, cuz we like to party, party. We like to party, party. We like to party, party. We like to we like to move it, move it. He like to move it, Parents, move please it. cheer They for the like to tiny move tots. it, move 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 it. तुझे नचा दूं मैं तक दिना दिन बिन पे जैसे है नाचती ना गिन आगे पीछे तेरे घूमू जैसे फूल पे करती मक्खी बिना बिन जरा तू हाथ उठा के कमरिया गोल घुमा के आजा बेबी फ्लोर पे दिल वाले से तू दिल लगा के जश्नबाजी की शाम है, जश्नबाजी की शाम है। तेरे किट ताल पे ठुमके लगाए जालिमा। जान ले वहाँ तेरी अदा, जान ले वहाँ तेरी अदा। दिल वाले पिया का दिल चुराए जालिमा।
वस्तावया हो रामया ए वस्तावया हो रामया ए वस्तावया या हो रामया ए वस्तावया हो Dance with me now I can't break away आज सारी फिक्रें तू shake away दिल थिरकता डांस वाले ग्रूव पे नाचू मैं तू स्टेप मेरा वेक वे आज सारे काम कल पे डाल के तक दिन नाची जाए ताल पे इसको डांस ब्लूज सारे भूल के देसी वाले गीत पे तू झूल के भले किया छैया रे अब करता था तैयार रमैया वस्तावया समा मजेदार हुआ हो ले थोड़ा नशेदार हुआ मन ये डोले आज कोई नाचता हुआ सा जादू सर पे सवार हुआ दिल ये बोले तू भी खुशियों में रात अपनी जब से सूरज ढला छोड़ शर्माना आज नच ले पैर चक ले जरा भले किया छैया रे अब करता था तैयार रमैया वस्तावया Ramayan, Ramayan,
ഈശലൊത്ത് മുഴങ്ങുന്ന നശിതകൾ നീളെ ഇതളിട്ടു മുഹബത്തിൻ പൂവുകളേറെ ഇരസപ്പു തേൻ കുടിക്കാൻ മോഹമതാലേ ഈശലൊത്ത് മുഴങ്ങുന്ന നശിതകൾ നീളെ ഇതളിട്ടു മുഹബത്തിൻ പൂവുകളേറെ ഇരസപ്പു തേൻ കുടിക്കാൻ മോഹമതാലേ ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമലയെടുത്തും കൊണ്ടത് പുതുമാരും ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ ഒറ്റ വേണം അമ്മോശനും അമ്മായിക്കും ഇഷ്ടപ്പെട്ട മരുമോൻ ആതൃപ്പപ്പു മണിമങ്ക കിണങ്ങുന്ന തോഴൻ അലങ്കാര ചമയങ്ങൾ അണിഞ്ഞുള്ള മാരൻ അമ്മോശനും അമ്മായിക്കും ഇഷ്ടപ്പെട്ട മരുമോൻ ആതൃപ്പപ്പു മണിമങ്ക കിണങ്ങുന്ന തോഴൻ അലങ്കാര ചമയങ്ങൾ അണിഞ്ഞുള്ള മാരൻ ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമലയെടുത്തും കൊണ്ടത് പുതുമാരും ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ മണവാട്ടിക്കണിക്കാൻ മഹർമാലയെടുത്ത് മനതാരിൽ ഇഷ്കിന്റെ ബഹർ തിരാടിത്ത് മണവാളൻ തിരുപ്പുറം പരിവാരം പെരുത്ത് മണവാട്ടിക്കണിക്കാൻ മഹർമാലയെടുത്ത് മനതാരിൽ ഇഷ്കിന്റെ ബഹർ തിരാടിത്ത് മണവാളൻ തിരുപ്പുറം പരിവാരം പെരുത്ത് ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമാലയെടുത്തും കൊണ്ട് അതിർപ്പപ്പു പുതുമാരൻ ഇതാ വരുന്നേ മാരൻ கட்டுமல்லி கட்டி வச்சா வட்ட கருப்பு பொட்டு வச்சா சந்திரனில் இருந்து வச்சா சாரப்பாம்பு இடுப்ப வச்சா நட்சத்திர தொட்டி வச்சா கரும்பு கோடு நெத்தி வச்சா இஞ்சி வெட்டி கண்ணா வச்சா இம்மா தூண்டு வைக்கம் வச்சா நெத்தி பொட்டுல என்ன தூக்கி பொட்டு போல வச்சா மலை சுத்து பட்டு உர பார்த்து கண்ணு பொட்டு வந்த மலை தட்டு பல்லு உரத்துல உச்சி கட்டு நேரத்துல பட்டுன்னு பத்திய முச்ச கட்டம் கட்டம் வள ரஞ்சிதமே 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 மனச கலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே ஒன்ன மோதடு வலிக்க கொஞ்சனுமே அடி ரஞ்சிதமே ரஞ்சிதமே மனச கலைக்கும் மந்திரமே ரஞ்சிதமே ரஞ்சிதமே ஒன்ன மோதடு வலிக்க கொஞ்சனுமே నువ్వు కావాలి రా రా
बाजारी जब हुस्न दिखाने जाएगी, होश उड़ाने वाली शौक नजर के जो पेच लड़ाने जाएगी। राय बरेली में तू बीच बाजारी जब हुस्न दिखाने जाएगी, होश उड़ाने वाली शौक नजर के जो पेच लड़ाने जाएगी। अरे बहन के इतना ज़ेवर कहना, तेज हवा से बच के रहना, गिर जाए तो फिर ना कहना झुमका गिरा ले। हाय झुमका, ओए झुमका, हाय झुमका झुमका। What झुमका? What झुमका? What झुमका? हाय हाय हाय। What झुमका? എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണ് നീ, എന്റെ മണവാട്ടി പെണ്ണാണ് നീ, എന്റെ വേഴാമ്പൽ കിളിയാണ് നീ, എന്റെ പൊന്നാമ്പൽ പൂവാണ് നീ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. ആറ്റിലക്കയോരം കിളിമീനിനെ ചുണ്ടെറിഞ്ഞൊരു മുക്കുവനാണേ, കടലാഴത്തിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണേ. ആറ്റിലക്കയോരം കിളിമീനിനെ ചുണ്ടെറിഞ്ഞൊരു മുക്കുവനാണേ. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിനാ, ഖൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ. മഹറ ഞാൻ വന്നിടാം, നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി നീ വന്നിടുമോ, എന്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുവും പൂവാകുമോ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. ആറ്റിലക്കയോരം കിളിമീനിനെ ചുണ്ടെറിഞ്ഞൊരു മുക്കുവനാണേ, കടലാഴത്തിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണേ. ആറ്റിലക്കയോരം കിളിമീനിനെ ചുണ്ടെറിഞ്ഞൊരു മുക്കുവനാണേ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ.
വണ്ടു ഞാൻ നനയും തീവണ്ടു പെണ്ണമ്മ ഞാനൊരു നാടോടി നാടായ നാടാകെ കൈനോക്കി ഫലമോതും പെണ്ണമ്മ ഇന്നൊരു കഥ പറയാ പെണ്ണമ്മ ഞാനൊരു നാടോടി പെണ്ണമ്മ ഞാനൊരു നാടോടി നാടായ നാടാകെ കൈനോക്കി പലമോതും പെണ്ണമ്മ ഇന്നൊരു കഥ പറയാം നാടായ നാടാകെ കൈനോക്കി ഫലമോതും പെണ്ണമ്മ ഇന്നൊരു കഥ പറയാം കരളകം പിടയുന്ന കഥ പറയാം നാടിതിൽ ഞാൻ കണ്ട കഥ പറയാം പെണ്ണമ്മ ഞാനൊരു നാടോടി കഥയൊന്നും അറിയാതെ ഒരു ദിക്കിൽ ഞാൻ കൈനോക്കി ഭാവി പറഞ്ഞിടുമ്പോൾ കഥയൊന്നും അറിയാതെ ഒരു ദിക്കിൽ ഞാൻ കൈനോക്കി ഭാവി പറഞ്ഞിടുമ്പോൾ അകലെയല്ലാതൊരു ശബ്ദാരവം അലമുറകളടങ്ങി ആർത്തനാദം അകലെയല്ലാതൊരു ശബ്ദാരവം അലമുറകളടങ്ങി അർത്ഥനാദം ആഘോഷം സംഹാരം നാടെങ്ങുമേ കത്തിയെരിയുന്നു ഗ്രാമമാകെ ആഘോഷം സംഹാരം നാടെങ്ങുമേ കത്തിയെരിയുന്നു ഗ്രാമമാകെ രക്ഷ തേടി അകലുകിൽ കാണു ഞാൻ അഗ്നിനാമ്പു വിഴുങ്ങിയ വീടൊന്നിൻ മുറ്റത്ത് ജീവനറ്റ ബന്ധുക്കളെ മാറി മാറി പുണർന്നൊരു പെൺകൊടി വാവിട്ടു കേണിടുന്നു ഭൂമിയിൽ തല തല്ലി കേണിടുന്നു അന്ധരാമേതോ കാട്ടാളരവളെ ഭൂവിധി നിന്നനാഥയാക്കി പെണ്ണമ്മ ഞാനൊന്നു പെറ്റില്ല എങ്കിലും ആ കുഞ്ഞിൻ ദുഃഖത്തെ ഞാനറിവൂ
ഞാനറിവൂ, പ്രകൃതി തൻ രോദനം ഞാനറിവൂ. രാരാരിരാരാരിരോ, 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 രാരാരിരാരാരിരോ. आम्ही शीतकडी खाताव, आम्ही नुस्तें गरोयताव, आम्ही कोंकणी उलयताव आनी गोंया आमचो गांव. आम्ही शीतकडी खाताव, आम्ही नुस्तें गरोयताव, आम्ही कोंकणी उलयताव आनी गोंया आमचो गांव. कोंकणी आमची गोंयची भास, तीच करुया राजभास. 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 Undramuja mama, ani ao Santa Tuca. Undramuja mama, ani ao Santa Tuca. Ani mazoricha pila lagi felu madinaka. Ani mazoricha pila lagi felu madinaka. Undir mama ailo, ani pachi pona likulo. Undir mama ailo, ani pachi pona likulo. Ani mazoricha pila nataka yaka kasa hailo. Ani mazoricha pila nataka yaka kasa hailo. Ya ya. Maria Pitache, oh Maria Pitache, oh Maria Pitache, hey, oh Maria Pitache, hey, oh Maria Pitache, oh Maria Pitache, oh Maria Pitache, hey, oh Maria Pitache. Oh, yeah. Barra da tamau melusi, istreti compri. Barra da tamau melusi, istreti compri. Alegna entrada miluzi, Cristina sair. Alegna entrada miluzi, Cristina sair. Hey! Por amor da voz miluzi, eu fico soldado. Por amor da voz miluzi, eu fico soldado. Fazer a sentinela miluzi, levar chicotada. Fazer a sentinela miluzi, levar chicotada. Oh Maria Pitache, oh Maria Pitache, oh Maria Pitache, hey, oh Maria Pitache, oh Maria Pitache, oh Maria Pitache, oh Maria Pitache, hey, oh Maria Pitache. Oh Maria Pitache. मेरे हो मेरे तुम, She's the girl I want, she's the one I love. She's sent to me from the heaven above. She's so cool, she's so fine. Out of 10, I give her 9. देखा तुमको जब से, बस देखा तुमको यारा. ये देखा तुमको जब से, बस देखा तुमको यारा. तुमसे कोई अच्छा है ना तुमसे कोई प्यारा. यूं नजरे ना फेरो तुम, मेरे हो मेरे तुम.
कह दो ना you are my Sonia. Hey, कह दो ना you are my Sonia. तू होगी 1 to 2 ओ कुड़िए what to do ओ हो गई मुंडे दी पतंगा वर्गी तू एवें उड़दी ओ हो गई मुंडे दी हिला ते चलदी टुक टुक तू करदी मेकअप तू करदी अंग्रेजी पढ़दी गिट पिट तू करदी जिम्मे क्वीन साडी विक्टोरिया तू कैंटी बिग बैन दी पूरा लंडन ठुमकदा ओ जदों नचे पैन दी पूरा लंडन ठुमकदा तू घंटी बिग बैन दी पूरा लंडन ठुमकदा ओ जदों नचे पैन दी पूरा लंडन ठुमकदा तो खाली पड़े नानी नानी बगली ने नाना एवा सपना नी रेत वाली डगली ने तोफानो तराप मारे हाले साओ हापी जाए तो जेनी हिम्मत ने आम नहीं हापे एवो खारबो खलासी एवो हाडनो प्रवासी एवो खारबो खलासी एवो हाडनो प्रवासी गोतिलो 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 પોતાના જ દરિયામાં પોતાની જ ડૂબકી થી જાતનું અમૂલું મોતીલો એ મોતી જે મજામાં ખાલી વાવટા તજામાં એવો હાડનો પ્રવાસી ગોતીલો એવો કોણ છે પ્રવાસી બને ઓકે ભૈયા કોણ છે પ્રવાસી બને હાય હાય હૈયા કોણ છે પ્રવાસી બને લઈ જા નૈયા તમે ગોતીલો सोना सोना नी उन्ना नंबर अडी मुड्डी वड्डी वडगिल उन्ना नंबर सोना सोना नी उन्ना नंबर पडयडी गड्डी पोळ्ळिगिल उन्ना नंबर कड़निडी गिणगिल मलरडगल्ले मणिमुगिलल्ले करिमुडी इरगिल मरुबडी नी चोल्लू रंगी रंगीला सोना सोना नी उन्ना नंबर अडिमुडी वडी वडगिल उन्ना नंबर सोना सोना नी उन्ना नंबर पडयडी यडी पोळ्ळिगिल उन्ना सिंदूरम चुम्मादे എന്നാളും കണ്ടോരാ ചൂടനും മാല കൊലവെറിയുള്ളോരാ തോക്കില്ലേലും കയ്യൂക്കിൻ തന്നേണം കണ്ടോടാ പണിയില്ലാത്തോരാ ഉടനടിയെത്തോരാ കരാവക്കാര ഞങ്ങൾ വികാരമില്ല വൈകൾ കടാരകേറ്റും നോക്കാകിടം വരം ഈ ഒരു ഗതിയാന്തോ മൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം വിടഞ്ഞൊടുക്കെ ഇരുന്നേക്കാം
ജിങ്കണമണി സിരിച്ചു പുട്ടാ നെഞ്ചലാണി വെങ്കലക്കിണ്ണി പോലെ മിന്നു മന്ദിരമേനി നാവക്കത്തുക്ക് പക്കത്തില പോകാതവാ ഒരു ദൂലയില്ല സെല കെട്ട ആളാനവാ അട നീ വந்தாയ ബന്ദഗാലി അമാങ്കോ ജിങ്കിന മണ്ണി സിരിച്ചു പുട്ടാ നെഞ്ചില ആണ്ടി വെങ്കല കിണ്ണി പോലം ഇന്നോ മന്ദിരമേ നീ കണ്ണെ വീസാതെ കണ്ണാളനെ മനം താങ്കാതെ മാവീരനെ
வாமதினி அன்னரடி மருத மெச்சும் வண்ண கொடி வாமதினி நல்லா குத்து அடி மாமதுர அண்ண கொடி வாமதினி அன்னரடி மருத மெச்சும் வண்ண கொடி வாமதினி நல்லா குத்து அடி பொட்டாசு வாராசு பல்லாசு कर 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 पाई